CPIM നേതാവ് നാസർ കൊളായിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. നാസർ കൊളായി, അതായത് ഇത്ര വലിയ ഒരു ഗുരുതരമായ പ്രശ്നം, കാരണം ഇവിടെ ഇന്ന് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു, ഇത് ആരോപണമല്ല. സാധാരണഗതിയിൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്കെതിരെ പരിചയമുള്ളവർ പരിചയമില്ലാത്തവർ ഒക്കെ വ്യക്തികൾക്കെതിരെ ആരോപണം ഉന്നയിക്കും. അതിന് ഒരു നിയമപരമായ നിദാനമുണ്ട്, അതിലേക്ക് എത്തിച്ചേരാനും മറ്റും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ആരോപണങ്ങളല്ല, നിരവധിയായ തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ, ശബ്ദം അടക്കമുള്ളവ പുറത്തെത്തുകയാണ്. സ്വാഭാവികമായും ഇങ്ങനെ ഒരു നടപടി, വ്യാപകമായി സ്ത്രീകളെ പിച്ച് ചിന്തിയ പരിപാടി, ഇതിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിനെ കേവലം പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു എന്നൊരു പറച്ചിൽ മാത്രമാണ്. ആ പുറത്താക്കൽ പോലും നിലനിൽക്കുന്നതല്ല. കാരണം എത്ര മാസത്തേക്കാണ് സസ്പെൻഷൻ എന്ന് പറയുന്നില്ല. മറ്റ് പല വിധത്തിലും അവരുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ വശങ്ങൾ അതിലുണ്ട്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഒരു മാസം കഴിഞ്ഞ് തിരിച്ച് അവരുടെ പാർട്ടിയിലേക്ക് എത്താം. പക്ഷേ MLA സ്ഥാനം രാജിവെപ്പിക്കുന്നതിലേക്ക് എന്തുകൊണ്ട് ഇവർ പോകുന്നില്ല? ഭയമാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭയപ്പെടുത്തലിന് മുന്നിൽ കോൺഗ്രസ് വീണു. നിമിഷാദേ, ഈ രാഹുൽ മാങ്കൂട്ടത്തിനുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തെ നമ്മൾ പ്രത്യേകമായ ഒരു രീതിയിലാണ് അത് കാണേണ്ടത്. കേരള രാഷ്ട്രീയത്തിൽ PT തോമസിന്റെ കാലം മുതൽ ഇത്തരം ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. PT ചാക്കോയുടെ കാലം മുതൽ ഇത്തരം ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ സത്യങ്ങളുണ്ടായിരുന്നു, ചിലതൊക്കെ വെറും ആരോപണങ്ങളായി കലാശിക്കുകയും ചെയ്തു. സത്യമുള്ളതിലും സത്യമില്ലാത്തതിലും ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഒരു പുരുഷന്റെ നേരെ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു ഇരയുടെ ആരോപണമാണ് സാധാരണഗതിയിൽ ഉണ്ടാകുക. അങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മൾ കേൾക്കുക. അപ്പൊ ചിലപ്പോ അതിൽ തെറ്റുകാരുണ്ടാവാം. മനുഷ്യ സഹജമാണ്, മനുഷ്യന് തെറ്റുപറ്റാം. ഇപ്പോ മുസ്ലിം മതവിശ്വാസ പ്രകാരവും ക്രിസ്ത്യൻ മതവിശ്വാസ പ്രകാരവും ഒക്കെ ആദ്യ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആദമാണ്. ആദമിനോട് ദൈവം പറഞ്ഞതാണ് വിലക്കപ്പെട്ട കനി ഭക്ഷിക്കരുത്. ദൈവം നേരിട്ട് പറഞ്ഞിട്ടും ആദം വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു. അതിന്റെ അർത്ഥം, അതിന്റെ സൂചന തന്നെ മനുഷ്യന് തെറ്റുപറ്റാം. അങ്ങനെ തെറ്റുപറ്റുമ്പോൾ അതിന്റെ പേരിൽ വിവാദങ്ങൾ ഉണ്ടാവും. പക്ഷേ അതിൽ ഒരു കഥാപാത്രത്തിൽ അത് അവസാനിക്കും. ഒരു വില്ലനും അതിലെ ഒരു പരാതിക്കാരികളാണ് സാധാരണഗതിയിൽ ഉണ്ടാകുക, ഒരു ഇരയാണ് ഉണ്ടാകുക. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത് ഇന്ന് വരെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ, ഒരുപക്ഷെ ലോക രാഷ്ട്രീയ ചരിത്രത്തിൽ നമ്മൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല. ഉത്തരവാദിത്തപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന മനുഷ്യൻ, ഒരു MLA സ്ഥാനം വഹിക്കുന്ന മനുഷ്യൻ, ഒരു സ്ത്രീയോടോ ഒരു പെൺകുട്ടിയോടോ അല്ല ഈ അപരാധം ചെയ്തിട്ടുള്ളത്, ഒരുപാട് പേരോടാണ്. അതിൽ പത്രപ്രവർത്തകരുണ്ട്, മാധ്യമ പ്രവർത്തകരുണ്ട്, സിനിമാ നടിയുണ്ട്, എഴുത്തുകാരുണ്ട്, KSU പ്രവർത്തകർ, പിന്നെ KSUവിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികളുണ്ട്, യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ച സ്ത്രീകളുണ്ട്. അതുപോലെ തന്നെ ഇവന്റെ പരിചിത വലയത്തിൽപ്പെട്ട ഈ രാഹുൽ ആരെയൊക്കെ കോൺഗ്രസ് നേതാക്കന്മാരുടെ മക്കളുണ്ട്, കുടുംബമുണ്ട്, ഇതൊക്കെയാണ് നേതാക്കന്മാരുടെ മക്കളുണ്ട്. ഞാൻ പറഞ്ഞാൽ ഇത് അജിംഷാദും ഞാനും എണ്ണി പറഞ്ഞാൽ തീരില്ല. മുമ്പിൽ കാണുന്ന സ്ത്രീയെ ഉപഭോഗ വസ്തുവായി മാത്രം കാണുന്ന ഒരു കൊടും ക്രിമിനലായ ചെകുത്താനാണ് രാഹുൽ എന്ന അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയാം. ഇപ്പോ അങ്ങനെ വളരെ കൃത്യമായി ഇതെല്ലാം തെളിവുകളോട് കൂടിയാണ്. നേരത്തെ പലരുടെ പേരിലും ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾക്ക് കൃത്യമായ തെളിവില്ലായകയോ അല്ലെങ്കിൽ ആരോപിത ഇരയാകുന്ന കഥാപാത്രത്തിന് ക്രെഡിബിലിറ്റി ഇല്ലാതാവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ പിന്നാമ്പുറത്തെ കഥകളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ഇത് വളരെ കൃത്യമായി പ്രണയിച്ച് പീഡിപ്പിച്ചത് ഒരു പെൺകുട്ടിയെയല്ല, പല പെൺകുട്ടികളെയാണ്. ആ പെൺകുട്ടികളിൽ പലരും ഗർഭിണികളാണ്. അപ്പൊ അതിനുള്ള സുരക്ഷിതത്വം പോലും സൂക്ഷിക്കാതെയാണ് ഇവന് ഈ കാര്യങ്ങൾ നടത്തുന്നത് എന്ന് ചുരുക്കം. അങ്ങനെയുള്ള പെൺകുട്ടികളെ പിന്നീട് ഭീഷണിപ്പെടുത്തുകയാണ്. നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തണം എന്നാവശ്യപ്പെടുന്ന ഒരു പെൺകുട്ടിയോട് മറ്റൊരു പെൺകുട്ടി പറഞ്ഞു, ഞാൻ ഗർഭചിത്രം നടത്തിയില്ല, ഞാൻ പ്രസവിക്കും, നിങ്ങളെ ഇത് ബാധിക്കില്ല എന്ന് പറയുമ്പോ നിന്നെ കൊല്ലാൻ എനിക്ക് നിമിഷങ്ങൾ വേണ്ട, നിന്റെ കുട്ടിയെ നീ കൊല്ലണം, അല്ലെങ്കിൽ നിന്നെ കൊല്ലാൻ എനിക്ക് നിമിഷങ്ങൾ വേണ്ട. ഇങ്ങനെ ഒരുപാട് പേരോട് പറഞ്ഞ ഒരു ചരിത്രം നമ്മൾ ഇവിടെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇത്. മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിൽ സൈബർ സെല്ലിന് ഒരു മാസം മുമ്പ് പരാതി കൊടുത്താണ്. കാരണം നേരത്തെ ഇയാളെ സൂചിപ്പിച്ചുകൊണ്ട് ചില വാർത്തകൾ വരികയുണ്ടായി. ഒരു മാധ്യമ പ്രവർത്തകയുമായി ബന്ധമുള്ള കേരളത്തിലെ ഒരു രാഷ്ട്രീയ നായകൻ. ഇത് കേരളം നേരത്തെ ചർച്ച ചെയ്യുന്നുണ്ട്. പലരും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞും പറയാതെയും ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോ ജീവിതത്തിൽ ഞാൻ ഇതുപോലത്തെ തെറി കേട്ടിട്ടുണ്ടാവും. രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. സ്വാഭാവികമായി നമ്മൾ വിമർശിക്കും. മരിച്ചുപോയ എന്റെ മാതാവിനെ കുറിച്ച്, എന്റെ കുടുംബാംഗങ്ങളെ കുറിച്ച്. അതും എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഏകദേശം 1000-ഓളം കമന്റുകളും
ആ കമാൻഡുകളിൽ ഒരു 100-150 ഒരേ അച്ചിൽ വാർച്ചെടുത്തത്. ഈ രാഹുലിന് വേണ്ടി ഈ ഗുണ്ടാപ്പണി എടുക്കുന്ന ഒരു ടീം ഇവരുടെ പറകിലുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഉമാ തോമസ് പറഞ്ഞു, എനിക്ക് വളർന്നു വരുന്ന എന്റെ മക്കൾക്ക് കുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്, ഞാൻ ഭയപ്പെടുകയാണ്. അങ്ങനെ ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു, ബിന്ദു കൃഷ്ണ പറഞ്ഞു. പക്ഷെ അതിൽ കോൺഗ്രസിന്റെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുയായികൾ ഒരു മതേതരത്വം കാണിച്ചു. ഉമാ തോമസിന്റെ അപ്പനെ പറഞ്ഞു, ഷാനിമോൾ ഉസ്മാന്റെ ബാപ്പാനെ പറഞ്ഞു, ബിന്ദു കൃഷ്ണന്റെ അച്ഛനെ പറഞ്ഞു. അങ്ങനെ പൊളിച്ച തെറി പറയാണ്. ഞാൻ 5 കേസ് ഇപ്പോ സൈബർ സെല്ലിൽ കൊടുത്തിട്ടുണ്ട്. എന്റെ വിഷയം അതല്ല. ഈ വിഷയം കൊണ്ടുവന്നത് CPM ആണോ, പ്രതിപക്ഷമാണോ, ആരെങ്കിലും രാഷ്ട്രീയ എതിരാളികളാണോ? അല്ലല്ലോ. ഇത് കൊണ്ടുവന്നത് റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന നേരത്തെ മലയാളത്തിലെ 2 മാധ്യമങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള, ഇപ്പൊ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള മാധ്യമ പ്രവർത്തകയും നടിയുമായ ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവുമായി നല്ല സൗഹൃദത്തിലാണ്. ഞാൻ അടിവരയിട്ട് പറയുന്നു, കളങ്കമില്ലാത്ത സൗഹൃദം. അങ്ങനെ തന്നെ ഞാൻ പറയുന്നു, അത് ആവർത്തിക്കുന്നു. അതിനെ മറ്റൊരു രൂപത്തിൽ ഒരാളും കാണാൻ പാടില്ല. കാരണം VD സതീശന്റെ ജന്മദിനത്തിൽ റിനി ആൻഡ് ജോർജ് അവിടെ വരുന്നുണ്ട്. റിനി ആൻഡ് ജോർജിന്റെ ജന്മദിനത്തിന് VD സതീശൻ അവിടെ വരുന്നുണ്ട്. VD സതീശൻ തന്നെ പറയുന്നു, എനിക്ക് മകളെ പോലെയാണ് റിനി ആൻഡ് ജോർജ്, പവിത്ര ബന്ധമാണ്, എനിക്കും അതിൽ സംശയമില്ല. ആ പവിത്ര ബന്ധമുള്ള മകളെ പോലെയുള്ള റിനി ആൻഡ് ജോർജ് ഈ സമൂഹത്തോട് പറയുന്നു, ഞാൻ നേരത്തെ ഉത്തരവാദിത്തപ്പെട്ടവരോട് ഈ പരാതി പറഞ്ഞിട്ടുണ്ട്. റിനി ആൻഡ് ജോർജിന്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട സുഹൃത്ത് അല്ലെങ്കിൽ പിതാവിന്റെ സ്ഥാനത്ത് കാണുന്നത് VD സതീശനല്ലേ? ഈ VD സതീശനോട് ഇത് നേരത്തെ പറഞ്ഞിട്ടില്ലേ? നേരത്തെ ഇത് പറഞ്ഞപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന കൊടും ക്രിമിനലിന്, ഗോവിന്ദസ്വാമി പോലും നാണിച്ചു പോകുന്ന കൊടും ക്രിമിനലിന് വളരാനുള്ള അവസരം VD സതീശനിലെ ഒരുക്കി കൊടുത്തത്. അവിടെ തടയേണ്ടതില്ലായിരുന്നു. എന്തേ തടഞ്ഞില്ല? നമ്മൾ രമേശ് ചെന്നിത്തലയോടൊപ്പം ശശി തരൂരിനോടൊപ്പം എന്തിന് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം കാണുന്നു? കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കളോടൊപ്പം റിനി ആൻഡ് ജോർജിനെ കാണുന്നു. ഞാൻ അതെല്ലാം നല്ല സൗഹൃദമായി, ഹൃദയത്തിൽ തട്ടി ഞാൻ പറയുന്നു, നല്ല സൗഹൃദമായി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പൊ കോൺഗ്രസ് ജയിക്കണം, എന്തിന് VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി കാണണം എന്നാഗ്രഹിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ട് തീർച്ചയായും ഞാൻ തിരിച്ചെത്താം.